ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് മെയിലിൽ ഒരു നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇതുപോലെ സിബിന്റെ സൈഡിൽ നിന്ന് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോക്കാണ്, സെക്കൻഡ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആണ്. ഇനി ഒരു സ്ട്രൈക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ പോകുന്നവർക്കറിയാം. ചിഞ്ചു VS അറിയാലോ, ചിഞ്ചു ആരാന്ന് ഞാൻ പറയുന്നതിന് അറിയാം. നമ്മുടെ DJ കുട്ടന്റെ എക്സ് വൈഫ് ആയിരുന്നു. ഓക്കെ, അപ്പം ചേച്ചി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പലർക്കും കൊണ്ടോണ്ടാന്ന് തോന്നുന്നു. ചേച്ചിക്ക് സ്ട്രൈക്ക് അങ്ങ് അടിച്ചു. അതായത് ഈ DJ കുട്ടന്റെ കല്യാണത്തിന് 15 ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 15 ഒരു 7-8 ദിവസം മുമ്പ് അങ്ങനെ ഒരു ഇന്റർവ്യൂ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അതീ പറയുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കളം, അതായത് എക്സ് വൈഫിനെ മോശമാക്കി സംസാരിക്കുകയും ചെയ്തു. അതിന് നല്ല മറുപടി ഒരു കറക്റ്റായിട്ട് കൊടുത്ത്, അവിടെ ചുണയുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നെങ്കിൽ പേടിക്കാതെ അതിന് മറുപടി കൊടുക്കാം. ആണും പെണ്ണും കെട്ടവരുടെ സ്വഭാവം കാണിച്ചു, ചാനൽ സ്ട്രൈക്ക് അടിച്ച്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ അടിച്ചാൽ ആ ചാനൽ പോകും. ചുണയുണ്ടെങ്കിൽ അടി, ആ ചാനൽ പോകണമെങ്കിൽ പോട്ടെ. അതിപ്പം എന്തായാലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതില്ല. അത് മാത്രമല്ല, ഇത് കാണുന്ന ജനങ്ങൾ മണ്ടന്മാരൊന്നുമല്ല, അവർ ആ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യും. നാളെ ഇനി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാണ് സപ്പോർട്ട് ചെയ്യാനാ നമ്മളൊക്കെ തന്നെ ഉണ്ട് ഇവിടെ. നമ്മൾ ഉറപ്പായിട്ട് ജനങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ. ഓക്കെ, ഈ ഒരു വിഷയത്തിൽ അതിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വീഡിയോ ഇട്ട് ഞാനായിട്ട് പിന്നെ വേറെ 2-3 ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ചിലപ്പോൾ സപ്പോർട്ട് കൂടും, ഉറപ്പായിട്ടും കൂടിയിരിക്കും. പിന്നെ അവിടെ നിന്നില്ല ഇവിടെ നിന്നിരിക്കുന്നവരുടെ ഒന്നും നമുക്കറിയത്തില്ല, നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്തിരിക്കും. ഇപ്പം അവരുടെ ചാനൽ സ്ട്രൈക്ക് അടിച്ചു, അത് പോട്ടെ. നമ്മൾ അതുലിൻ്റെ താഴെ വന്നിട്ട് DJ കൂട്ടം വന്ന് കമന്റ് ഇട്ട്, ഹായ് ഡാ നൈസ് വീഡിയോ, റിയലി എൻജോയ്ഡ് വാച്ച് ദ ടൈം ലൈൻ. ഫുള്ള് കാണാൻ ടൈമില്ല, ഓൾ ദി ബെസ്റ്റ്, എൻജോയ്ഡാ. ട്രിവാൻഡ്രം വരുമ്പോൾ വിളിക്ക്. അതിന് നീ ആരാ വിളിക്കാൻ നിന്നെ? അവനാ നീ വിളിച്ചാൽ പോലും അവൻ എടുക്കാറില്ല, അത് വേറെ കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം അവനെ വിളിച്ചെന്ന് പറഞ്ഞാൽ അതും ഓരോ യൂട്യൂബേഴ്സിനെ കൊണ്ടാണ് വിളിപ്പിച്ചത്, വളഞ്ഞ രീതിയിൽ കൂടെ. കാരണം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒക്കെ ഇത് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അവൻ ആ വീഡിയോ അവിടെ മാറ്റിയിട്ടില്ല, അവൻ ഇപ്പോഴും ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കമന്റ് കാണുന്നില്ല, എനിക്ക് തോന്നുന്നു അതങ്ങ് ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അമൃതയുടെ അക്കൗണ്ടിൽ വന്നിട്ട് അങ്ങ് മെഴുകലായിരുന്നു. ഇവിടെ ഒരു നാണവും മാനവും ഇല്ല, ഒരു ഉളുപ്പ് വേണം. ഇവിടെ കുറച്ചൊക്കെ ആണുങ്ങളായ നേർക്ക് സംസാരിക്കുന്ന ഒരു ഇത് വേണം. പിന്നെ പറയുന്നതെല്ലാം കള്ളങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ. ഏത് രീതിയിലാണെങ്കിലും കള്ളം പറഞ്ഞ് ബാക്കിയുള്ളതിനെ തിരിപ്പിക്കാൻ ഇതുപോലൊരുത്തനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലൊരുത്തനെ ചെയ്തതിൻ്റെ പാവം അനുഭവിക്കും. എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞോടാ, നീ അനുഭവിക്കാൻ പോകുന്നോടാ മോനെ, നീ അനുഭവിക്കും, നീ കണ്ടോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സത്യം ഞാൻ ഒരാഴ്ച അനുഭവിച്ചു. എൻ്റെ ചാനൽ ഒരു യൂട്യൂബറിനെ കൊണ്ട് സ്ട്രൈക്ക് അടിപ്പിച്ച് അവസാനം ആ യൂട്യൂബർ പറഞ്ഞ് ഇവനെ വിളിക്കണം, ഇവൻ വിളിച്ച് സംസാരിച്ചാലേ എൻ്റെ പൊന്നോ. അങ്ങനെ എനിക്ക് അതിനുമുമ്പ് ഇതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും യൂട്യൂബിൻ്റെ ABCD പോലും ഒന്നും എനിക്ക് അറിയാത്തൊരു സമയമാണ്. പക്ഷേ ഇപ്പം നമുക്കറിയാം അത്യാവശ്യ കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. എന്തായാലും എനിക്കിപ്പോൾ ചിരി മാത്രമേ വരത്തുള്ളൂ. ഇതുപോലെ ഒരു നാണം കെട്ടൊരു തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. വലിയ വെള്ളപൂശലായിരുന്നു. സ്വയം വന്നിട്ട് ഒരു പെണ്ണ് മറുപടി തന്നപ്പോൾ ഒരക്ഷരം മിണ്ടാതെ, അല്ല ഫേക്ക് ID കൂടെ ഇത് കുറച്ച് കമൻറ്റും കാര്യങ്ങളും, അതും ഫേക്ക് അക്കൗണ്ടിൽ കൂടെ, അതിനിപ്പോൾ സ്ട്രൈക്ക് കൊടുക്കുന്നെങ്കിൽ തൻ്റെയൊക്കെ നിലവാരം എന്തോടോ, താനൊക്കെ പൂലോ കൂടായ്പാണെന്ന്. എടാ, ഞാൻ വർഷങ്ങൾ കൊണ്ട് പറഞ്ഞോണ്ടിരിക്കുക, എല്ലാവരും വിചാരിച്ച് ബിഗ് ബോസ് ഷോയ്ക്കകത്ത് വന്ന് കാണിച്ചതെല്ലാം അതാണ് യഥാർത്ഥ വ്യക്തി, താനിതല്ല, താനെന്ന് പറഞ്ഞ വ്യക്തി എന്താണെന്ന്. ഞാനൊരു കാര്യം തുറന്നു എന്നോട് ഓപ്പണായിട്ട് പറയാം. എൻ്റെ കൂടെ ഉള്ളവരാണെങ്കിൽ പോലും എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാം. ഉള്ള കാര്യം തുറന്നു പറയാം. നമ്മളോട് പറഞ്ഞ ടീംസൊക്കെ ഉണ്ട്. പട്ടി വിലയുള്ളൂ നിങ്ങൾക്ക് തരുന്നത്, പട്ടി വില. ഓക്കെ, കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, നമുക്ക് ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാം. ഹായ് ഓൾ. അപ്പോൾ എനിക്ക് ഇന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഞാനൊരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് മെയിലിൽ ഒരു നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇതുപോലെ സിബിന്റെ സൈഡിൽ നിന്ന് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോക്കാണ്, സെക്കൻഡ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആണ്. ഇനി ഒരു സ്ട്രൈക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ പോകുന്നവർക്കറിയാം. ഞാനിപ്പോൾ തൽക്കാലം അതിൽ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാനൊന്ന് ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു സ്ട്രൈക്ക് അടിച്ചത് ഷഫീന ബീവി, സെക്കൻഡ് DJ കുട്ടന. ഒരു കാര്യം തുറന്നു പറയാം, ഈ ഷഫീന ബീവി ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് എന്താ ചിഞ്ചു പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവന്നാണോ ആലോചിച്ച് നോക്കുന്നത്? ഞാൻ ആലോചിക്കുന്നത് എന്തുണ്ടെങ്കിലും ഞാൻ ധീരെയാണ്, ഞാൻ ഓപ്പണായിട്ട് എവിടെയും തുറന്ന് പറയാം. നിങ്ങൾക്ക് എന്തുകൊണ്ട് നാക്കിന് ഇത് പറ്റി? ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് പതറിപ്പോയി? അവർ പറഞ്ഞത് യഥാർത്ഥ കാര്യങ്ങൾ. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടിയും ഇവർക്കും വേണ്ടി എല്ലാം ഇറങ്ങി തിരിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയായ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം ഇങ്ങനെ ഒരു സൈഡ് മാത്രം കണ്ടുകൊണ്ട്? ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ട്, അതുകൊണ്ടാണ് അന്ന് തൊട്ട് ഇന്ന് വരെ നിൽക്കുന്നത്. എനിക്ക് ഒരു ദിവസം ഒരു പാളിച്ച പറ്റിയായിരുന്നു. എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുഞ്ഞിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ എപ്പോൾ ഞാനത് വിശ്വസിച്ചു. ശരി, ഇത്രയൊക്കെ വന്നിട്ട് ഒരാൾ ഇന്നേരെ ഓരോ വ്യക്തികളോടൊക്കെ ചെന്ന് പറഞ്ഞത് അവൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ച് വിരട്ടി അവനെ പേടിപ്പിച്ച് എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഓരോ വ്യക്തികളോടൊക്കെ ചെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊന്നും വന്ന് അത് ഇവിടെ വന്നിട്ട് ഇവിടെ അല്ല വന്നത്, എൻ്റെ മാമൻ്റെ വീട്ടിൽ. ഇവിടെ വന്നിട്ട് ഉള്ളവരുടെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. ആദ്യം വന്നിട്ട് നല്ല കലിപ്പ് മൂടി സംസാരിച്ചിട്ട് പിന്നെ അങ്ങ് പൂച്ചയെ പോലെ ഇരുന്ന് വെറും പമ്മിയായിട്ടാണ് സംസാരിച്ചടാ, ഒന്ന് കളയടാ,
ഓക്കെ, കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുള്ളി തന്നെ പറഞ്ഞത് എന്താ പറയണ്ടേ, അവിടെ നമുക്കൊരു ലൈവ് ഇടാം, ലൈവ് ഇട്ടിട്ട് കാര്യം പറ, അപ്പം അല്ലെങ്കിൽ നിനക്ക് നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞിട്ട്, പക്ഷെ അതെല്ലാം പുള്ളിയുടെ അടവാന്ന് പിന്നീട് മനസ്സിലായി. ആ ലൈവ് ഇപ്പോഴും കിടപ്പുണ്ട്. അന്ന് ആ ലൈവ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ഒറ്റപ്പെട്ട ഒരു നിമിഷമായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം കത്തി. ഞാൻ ചേച്ചിയുടെ കൂടെ നിന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ. എടാ, നിന്റെ കൂടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആര്? ഇവർ മാത്രമേ ഉള്ളല്ലോ. വേറെ കുറേ യൂട്യൂബേഴ്സിനെയൊക്കെ അറിയാലോ നിനക്ക്. അവരാരെങ്കിലും നിനക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? നിനക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം സംസാരിക്കുന്നുണ്ടോ? ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ നിനക്ക് സപ്പോർട്ടായിട്ട്? നീ ആദ്യം അതൊന്ന് പറ. നീ പറ. ഇല്ലല്ലോ. നീ ലോക ഫ്രോഡാന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റസ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തൽക്കാലം അവരുടെ കണ്ടന്റ് അതിലേക്ക് വന്ന സ്ഥിതിക്കാണ് അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അവർക്ക് അടിക്കാൻ പറ്റിയത്. എനിവേസ് ഞാൻ ഈ അവരുടെ കണ്ടന്റ് ഒക്കെ മാറ്റിയിട്ട് എന്റെ സെയിം കണ്ടന്റ്, എന്റെ ഓൺ കണ്ടന്റ് ആണെങ്കിൽ ആർക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്റെ ഓൺ കണ്ടന്റുമായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക്സ് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. പണ്ട് കല്ല എറിഞ്ഞ ആൾക്കാർ ഇപ്പം ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ചേച്ചിയും ഞാനും. പിന്നെ ഹെൽപ്പിന് എവിടെയോ വീണൊരു മൂലയ്ക്ക് കിടന്ന് 2 പേരെ ഒരു കൊച്ചു തിരക്കം വന്ന് ബാ കയറി വാന്ന് പറയത്തില്ല നമ്മൾ ചില സിനിമയിൽ, ബാ എന്ന് പറയുന്ന പോലെ സാത്താന് ശിവജിത്ത് അവനും ഒരു കൈത്താങ്ങ് തന്ന്. എൻ്റെ പൊന്നു, അതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ആ സമയത്ത് നമുക്ക് കഷ്ടപ്പെട്ട പോലെ. പിന്നെ കൂടെ നിന്ന് ചതിച്ചവരെയും കൂടെ നിൽക്കാതെ തന്നെ പരിചയമില്ലാതെ ചതിച്ചവരെയും എല്ലാവരെയും അറിയാം. ഞാൻ എപ്പോഴും എൻ്റെ ഒരു സ്റ്റാറ്റസിലിടുന്നൊരു കാര്യമുണ്ട്, നമുക്ക് പൊട്ടം കളിക്കാൻ നല്ല രീതിയിൽ അറിയാം, പക്ഷെ എല്ലാവരും ഞാൻ വാച്ച് ചെയ്യാറുണ്ട്, എല്ലാവരെയും വാച്ച് ചെയ്യാറുണ്ട്. മനസ്സിലായോ DJ? ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ചെയ്, പക്ഷേ ചെയ്ത് കൊള്ളുവാണെങ്കിൽ ഒരു ബോംബിരിപ്പുണ്ട്. അതൊരു 1-1.5 ബോംബ. VD സതീശൻ പറഞ്ഞ പോലെ ഒരു സാധനം അങ്ങോട്ട് വരുന്നുണ്ട്. ഈ കപടമുഖം പുറത്തു കൊണ്ടുവരും. ഇപ്പം ആൾക്കാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ബൈ ഗൈസ്, ലവ് യു ഓൾ. നിങ്ങളുടെ അഭിപ്രായം പറ, ഇത് കാണിച്ചത് ശരിയാണോ? ഷഫീന ബീബി ആണെങ്കിലും DJ കുട്ടൻ ചെയ്തെങ്കിലും തെറ്റല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, മറുപടി കൊടുക്കാനുള്ള ഗട്ട്സ് ഇല്ലെങ്കിൽ ഓക്കെ, ഷോയ്ക്കകത്തൊക്കെ എന്തോ ഇതായിരുന്നു, ആ വ്യക്തിക്ക് എന്തോ പറ്റി? കഷ്ടം.